അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ജോയലിന്റെ മരണത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പിരിച്ചുവിടണമെന്ന് മാതാപിതാക്കൾ. 2020 വാഹനാപകടവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ജോയലിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അടൂർ സി ആയിരുന്ന യു ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ അച്ഛനെയും പിതൃ സഹോദരിയെയും ക്രൂരമായി മർദ്ദിച്ചു. 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ജോയൽ മരിച്ചുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. അടൂർ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സിയ വന്നു കഴിഞ്ഞപ്പം മോനാമെഞ്ച് നിന്നിച്ചു വന്ന് ആ സിയ വന്നല്ല അറിയുന്നതായതുകൊണ്ട് ഇന്നിച്ചു വന്നു. ഇന്നിച്ച് ഇങ്ങോട്ട് വരിക സിയെ ഇവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പോൾ ഇവൻ കൂങ്ങി. അത് മദ്യവെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഊതളാന്ന് പറഞ്ഞു. ഊതളാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഊതൻ്റെ കാര്യമില്ല, ഞാൻ മദ്യവെച്ചിട്ടില്ല. അങ്ങനെ ഈ സിജു പി ശാമുവേൽ ഈ മോനെ പെടലിക്ക് പിടിച്ച് കുനിക്കുകയും ശ്രീകുമാർ വളഞ്ഞിട്ട് മോനെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരി കയറി അങ്ങോട്ട് ചെല്ലുകയും എൻ്റെ സഹോദരിയെ ഷൂ ഇട്ട് ഈ ഷൂ പി ശാമുവേൽ തൊഴിച്ചു. നമ്മൾ താഴെ വീണ് അന്നേരം തന്നെ മൂത്രം വീഴും. പിന്നെ അച്ചാറ പറയാൻ എൻ്റെ കുഞ്ഞിനെ ഇടി തന്നെ കണ്ടില്ല. ഞാൻ ഓടിച്ചത് വേറെ എനിക്ക് ഇടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ റൈറ്റർ എന്നെ ഇവിടെ കോടനെ അവിടെ പിടിച്ച് എന്നെ വിളിത്തള്ളി. അവൻ്റെ നാവ് ഇടിച്ച് കലക്കിയെന്ന് പറഞ്ഞാൽ ഇടിച്ച് കളഞ്ഞ് ഏറ്റവും കൂടുതൽ ഇടിച്ചത് ഈ കടമ്പനാട്ടുകാരന് ഷൂ പി ശാമുവേൽ എന്ന് പറഞ്ഞ പോലീസുകാരനാണ്. അവൻ്റെ വീട്ടുപേര് പാണ്ഡേത്തെന്നാണ്. അവനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. അപ്പോൾ സർക്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെയും ഇളയ മോൻ്റെയും സാന്നിധ്യത്തിൽ വിടാം, കേസില്ല എന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇനി എൻ്റെ കുഞ്ഞിനെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അതിലും പ്രശ്നമാണല്ലോ. അപ്പോൾ നമുക്ക് ജീവനോട് അവനെ കിട്ടത്തില്ല എന്നുള്ള നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി ഞാൻ എൻ്റെ ഇളയ മോനും കൂടെ അവിടെ എഴുതി വെച്ച് പ്രശ്നം ഇല്ല, കേസിന് വരത്തില്ല എന്ന്. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ ചേരുന്നു. നന്ദുഷ, ഇത് ഏത് വർഷമാണ് ഈ സംഭവം നടന്നത്? ജോയലിനെ അടൂർ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നത്. ഒരു വാഹനവുമായി ബന്ധപ്പെട്ട കേസിലാണ് അടൂർ പോലീസ് ജോയലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ജോയലിനെ പിതൃ സഹോദരിയുടെയും പിതാവിൻ്റെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അന്നത്തെ SHO ആയിരുന്ന അടൂർ സ്റ്റേഷൻ SHO ആയിരുന്ന യു ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള 6 അംഗ പോലീസ് സംഘമാണ് ജോയലിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ജോയൽ പ്രാദേശികമായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു ജോയൽ. എന്നാൽ പിന്നീട് ഈ ക്രൂരമർദ്ദനത്തിന് ശേഷം ജോയലിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏതാണ്ട് 3 മാസത്തോളം അവിടെ ചികിത്സയിലിരിക്കുകയും ആരോഗ്യനില അതീവ ഗുരുതരമാവുകയും ചെയ്യുന്നത് കണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ജോയലിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത്. അന്ന് സ്റ്റേഷനിൽ ജോയലിനെ മർദ്ദിച്ച അതേ ദിവസം തന്നെ പിതൃ സഹോദരിക്കും പോലീസുകാരിൽ നിന്നും മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഈ കാര്യവും അവർ വ്യക്തമായി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കുടുംബം. ഇത്രയധികം ക്രൂരമായൊരു മർദ്ദനം നടത്തിയിട്ടും ഒരു മരണത്തിന് കാരണമാകുന്ന തരത്തിലേക്ക് ആ മർദ്ദനം മാറിയിട്ടും ഇതുവരെയും അതിന് കാരണക്കാരായ ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐക്ക് പരാതിയോ പ്രതിഷേധമോ ഒന്നുമില്ലേ? തീർച്ചയായും ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഡിവൈഎഫ്ഐ ആ സമയത്ത് അടൂരിൽ പ്രാദേശികമായ സമരങ്ങളും സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ള നടപടി ഉറപ്പാക്കാൻ പാർട്ടി നേതൃത്വത്തിനോ ഡിവൈഎഫ്ഐക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ തെറ്റായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാണ്. പോലീസുകാരിൽ നിന്നും ഇത്ര വളരെ വലിയൊരു ക്രൂരത സ്വന്തം പാർട്ടിയിലെ ഒരു അംഗത്തിന് നേരിടേണ്ടി വന്നിട്ട് പോലും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉറപ്പാക്കാനായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് പോലീസുകാർക്കെതിരെ ഇപ്പോഴും നടപടി ഉറപ്പാക്കാനാകാത്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നതിനകത്തൊരു കാര്യം. ഏതായാലും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം. 6 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ജോയലിന് സംഭവിച്ചത്. അതിനുശേഷം അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണെങ്കിൽ പോലും വളരെ ഗുരുതരമായിരുന്നു ജോയലിൻ്റെ അവസ്ഥ. ശരീരത്തിലാകമാനം ക്ഷതങ്ങളും അതോടൊപ്പം മൂത്രം പോലും പോകാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ തന്നെ ജോയലിനുണ്ടായിരുന്നു. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോയ ശേഷമാണ് ജോയൽ മരണത്തിന് കീഴടങ്ങുന്നത്. ഏതായാലും നിലവിൽ കോടതിയിൽ കേസുണ്ട്. നിയമ പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അജിബ്.